ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലർക്കും അത് പോസിബിൾ ആകാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണും അതിനുള്ള സൊല്യൂഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായി, അത് ഒരു ഫൈറ്റ് വന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വന്ന സമയത്ത് ബ്രേക്കപ്പായി, ആ വ്യക്തിയെ വീണ്ടും ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്തൊക്കെ ചെയ്തിട്ടും പല ടെക്നിക്കുകൾ ചെയ്തിട്ടും സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ഇതാണ്: അറിയാതെ നിങ്ങൾക്ക് അവരോട് മനസ്സിൽ കുറച്ച് വെറുപ്പ് വന്നിട്ടുണ്ടായിരിക്കും. വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ വ്യക്തി ഇത്രയും ഞാൻ അവരെ സ്നേഹിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കാം, അവനായിരിക്കാം, അവളായിരിക്കാം. നമ്മൾ അത്രയും കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളെ ഇട്ടേച്ച് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അവരോട് അറിയാതൊരു ഹെയ്റ്റ് വരുമ്പോൾ പിന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ വരാൻ നല്ല പാടാണ്. അപ്പോൾ ആ ഒരു ഹെയ്റ്റ് എടുത്തു കളയുക എന്നുള്ളതാണ്. അതിന് പകരം പ്യുവറായിട്ടുള്ള ആ ഒരു ലവ് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. അവരോടുള്ള ആ ഇഷ്ടം എന്നും അൺകണ്ടീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഈസിയാണ് മാനിഫെസ്റ്റേഷന്. നിങ്ങൾ ചെറിയ ചെറിയ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ ഈ ഹെയ്റ്റ് മാറിയിട്ട് ലവ് ആയിട്ട് മാറാനും ആ ഒരു ഫ്രീക്വൻസി വെച്ചുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേനയും പേപ്പറും എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു 10 കാര്യങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ട് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. ആ 10 കാര്യങ്ങൾ ഓരോ പോയിൻ്റായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് എഴുതുമ്പോൾ നിങ്ങളുടെ തോട്ടിൻ്റെ ഫോക്കസ് നിങ്ങളറിയാതെ സ്നേഹത്തിലോട്ട് പോകും. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഹേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, സ്വയം ചോദിക്കുക, അത് എഴുതുക. ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അവർക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾക്ക് ലവ് ഫീൽ ചെയ്ത നിമിഷങ്ങളാവാം, അല്ലെങ്കിൽ എന്നേക്കും ഒരു ഓർക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി തന്ന ഒരു ദിവസമാകാം, എന്തും ആവാം. അങ്ങനെ ഒരു 5 സാഹചര്യങ്ങൾ ആലോചിക്കുകയും ആ 5 സാഹചര്യങ്ങൾ ഓരോന്നും ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുക, എഴുതുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് പോസിറ്റീവ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനുള്ള ആ ഒരു വൈബ് കിട്ടും, ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഒരു ടെക്നിക്കും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. ഇപ്പം നമ്മളിവിടെ ലവ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ ഈ 2 ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും വരും. ആ ഹെയ്റ്റിൽ നിന്ന് ലവിലോട്ട് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ചെറിയ ടെക്നിക്ക്, 2 അഫർമേഷൻസ് ആണ്. ആ അഫർമേഷൻ കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ സമയത്തും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പും റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയുക. ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, കൗണ്ടൊന്നും നോക്കണ്ട. ഒന്നാമത്തെ അഫർമേഷൻ ഇതാണ്: ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവളെ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പേര് മെൻഷൻ ചെയ്യാം, ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട്, അവൾ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. അവൾ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. ഈസി എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ് ടെക്നിക്ക് കൂടിയാണ് നമ്മൾ ആ ഒരു അഫർമേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 അഫർമേഷനാണ് 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ നിമിഷത്തിൽ ഈ അഫർമേഷൻ 5 മിനിറ്റ് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഒരു തവണ വായിച്ചതിന് ശേഷം ഈ 5 മിനിറ്റ് പ്രോസസ്സിലോട്ട് പോവുക. ഓക്കെ, അത് വായിക്കുക, 5 മിനിറ്റ് ഇത് ചെയ്യുക. മോർണിംഗിൽ വായിക്കണം എന്നില്ല, മോർണിംഗ് ഡയറക്റ്റ് നിങ്ങൾ ഈ 2 അഫർമേഷൻസ് 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. അപ്പം നിങ്ങളുടെ മൈൻഡിൻ്റെ ഫോക്കസ് ഹേറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് തോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ 2-3 പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറുകയും അതുവഴി നമുക്ക് മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഞാൻ ഇപ്പോൾ ലോ മാസ്റ്ററിയുടെ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ വെൽത്ത് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ലോ മാസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന പോലെ 21 ദിവസം ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. എനിക്ക് 4-ാമത്തെ ദിവസം തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടിത്തുടങ്ങി. എനിക്കിപ്പോൾ വളരെ ആ ലവ് മാസ്റ്ററിയുടെ കാര്യം തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ വളരെ 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 സ്നേഹത്തിലാണ് നമ്മുടെ പാർട്ട്ണർ. എന്നും വിളിക്കും, കാര്യങ്ങൾ ചെയ്യും, എപ്പോഴും വിളിക്കും, ഒക്കെ ചെയ്യും. പിന്നെ വെൽത്ത് മാസ്റ്ററി ആയാലും എനിക്ക് വളരെ ഗുണമുണ്ട്. പല ഓർഡറുകളും എനിക്ക് കിട്ടാതിരുന്നത്, ഞാൻ ട്രൈ ചെയ്തിട്ട് മാസങ്ങളോളം കിട്ടാതിരുന്ന ഒരു വലിയ ഓർഡർ എനിക്ക് കിട്ടി. അത് വെൽത്ത് മാസ്റ്റർ തുടങ്ങി 2-ാം ദിവസം തന്നെ എനിക്ക് അവരെ കോൾ വന്നു. പിന്നെ ഇതിലുള്ള വേറൊരു ഗുണം, ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടാൻ കാരണം എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെഡിറ്റേഷൻ പോലെ ചെറിയൊരു ഇതിൽ ചെയ്യുന്നുണ്ട്, കാലത്ത് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ ചെയ്യുമ്പോൾ ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സത്യം പറയല്ലോ, ഇപ്പോൾ ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്നെ വേറെ മൊബൈലിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ അർത്ഥം ഇതിൻ്റെ ഇത്. പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ വെൽത്ത് മാസ്റ്ററി ആയാലും ലോ മാസ്റ്ററി ആയാലും നമ്മൾ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ വേറൊരു മനുഷ്യനായി മാറണം. നമ്മുടെ ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജിയാണ്. കാലത്ത് എണീക്കുമ്പോഴൊക്കെ വളരെ ഉന്മേഷവാനാണ്, എനർജറ്റിക്കാണ് ആൾ. ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ എനർജറ്റിക്കാണ്. ആ എനർജറ്റിക് ആയി വരുമ്പോൾ ഒരു മനുഷ്യൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എന്ത് ജോലി ചെയ്യുന്നു, അവൻ്റെ പ്രൊഫഷനിൽ അവൻ എനർജറ്റിക് ആയിരിക്കും. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറണത്. ജീവിതം തന്നെ മാറുമെന്ന് പറയില്ല, നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത്, ഇതിപ്പോൾ എല്ലാവരും കേൾക്കുന്നു ഞാൻ വിചാരിക്കുന്നു, ഇതിലുള്ള അംഗങ്ങൾ, മെമ്പേഴ്സ്, ഇത് ചെയ്യുന്ന കോഴ്സ് ചെയ്യുന്നത്. എനിക്ക് ഒരു താങ്ക് യു പറയാനുള്ളത് ആദിഷ് സാറിനോടും മാഡത്തിനോടും മാത്രമാണ്. ഇങ്ങനൊരു പരിപാടി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താറുമാറായിട്ട് ജീവിക്കുന്ന പല ആളുകളുണ്ട്. ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയില്ല, അവർക്കൊരു ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല, എയിമില്ല, ഒന്നുമില്ല. അവരൊക്കെ ഇത് ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.